പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ആദ്യ വെള്ളിയാഴ്ച ദിനം ഇന്ന് ശരിക്കും ശക്തമായിട്ട് ബലിയർപ്പിച്ച് ആദ്യ വെള്ളിയാഴ്ച ദിനത്തിൽ നമ്മൾ ബലിയർപ്പിച്ച് ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ. അതായത് പരിശുദ്ധ കുർബാനയിൽ നിന്ന് മദർ തെരേസ പറയുന്നത്, പരിശുദ്ധ കുർബാനയിൽ നിന്ന് നമ്മുടെ ജീവിതത്തെ അടർത്തി മാറ്റരുത്. അങ്ങനെ അടർത്തി മാറ്റുന്ന സമയം എന്തോ ഒന്ന് നമ്മിൽ തകരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന മേഖല ജപമാല ചൊല്ലി, കരുണകൊന്ത ചൊല്ലി, പ്രത്യേകിച്ച് കുരിശിൻ്റെ വഴിയൊക്കെ ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വലിയൊരു അഭിഷേകം സ്വർഗം നമ്മിലേക്ക് വർഷിക്കും. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് നിയമാവർത്തന പുസ്തകം 7:16. അവിടെ വചനം പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ അവരുടെ ദേവന്മാരെ സേവിക്കരുത്, അത് നിങ്ങൾക്ക് കെണിയായിരിക്കും. നിങ്ങൾ അവരുടെ, അതായത് ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രം നമുക്കറിയാം. അവർ ഈജിപ്തിൽ നിന്നുള്ള അടിമത്തത്തിലായിരുന്നു. അവർ കാനാൻ ദേശത്തേക്ക് വരുമ്പോൾ വിവിധങ്ങളായ ദേശാന്തരങ്ങളിലൂടെയാണ് അവർ കടന്നു വന്നിരുന്നത്. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, അതായത് കൃത്യമായിട്ടാണ് അവർക്ക് സ്വർഗം അനുശാസനം കൊടുക്കുന്നത്. അവരുടെയും ഇവരുടെയും ഉത്സവങ്ങളും പൂജകളും ആരാധനയും നിങ്ങൾ അനുകരിക്കരുത്. നിങ്ങൾ സത്യദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ. പ്രിയ സഹോദരങ്ങളെ, ഇന്നും ഈ കെണി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടല്ലോ. അതായത് നമ്മൾ ശരിക്ക് മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യേണ്ടതല്ല, മറ്റുള്ള എല്ലാ മതങ്ങളെയും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം, അവരെ ആദരിക്കണം. പക്ഷെ പ്രിയ സഹോദരങ്ങളെ, അവരുടെ ആചാരങ്ങളെ പിന്തുടരാനുള്ള ഒരു പൈശാചിക കെണി അനേകം കുടുംബങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട് എന്നത് ഒരു വാസ്തവമാണ്. അതുകൊണ്ട് ഇന്ന് ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ, ദൈവമേ, സത്യദൈവമായ യേശുവിനെ അല്ലാതെ എൻ്റെ ഹൃദയത്തിലോ എൻ്റെ മനസ്സിലോ എൻ്റെ പൂർവികരിലൂടെയൊക്കെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള അന്യദൈവ ആരാധന നടത്തി ഞാൻ ശാപഗ്രസ്തമായിട്ടുണ്ടെങ്കിൽ, കർത്താവേ, എൻ്റെ കുടുംബത്തോട്, എൻ്റെ തലമുറകളോട് കരുണ കാണിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം മൗനമായി ഒന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, കരുണ കാണിക്കണമേ. രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.